എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. ഇന്നിവിടെ വലിയ ആഘോഷം നടക്കുകയാണ്. ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആഘോഷം നടക്കുന്ന ഒരു ദേവാലയ തിരുവങ്കണമാണ്. ഇന്ന് മാർ പോളി കണ്ണുകാടൻ പിതാവുകൾ വരുന്നു. എന്താണ് ആഘോഷം? വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയെ വിശുദ്ധയാക്കിയതിൻ്റെ 100ാം വാർഷികമാണ് ഇന്ന് ഈ ദേവാലയ തിരുമുറ്റത്ത് ആഘോഷിക്കുന്ന ആഘോഷങ്ങളൊന്നും. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവക 100ാം വർഷം, ഇടവക രൂപീകരിച്ചിട്ട് 100ാം വർഷത്തിലേക്ക് കടക്കുന്ന നല്ല സുദിനം. അതുമായി ബന്ധപ്പെട്ട് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ പദ്ധതി പോളി കണ്ണുകാടൻ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടവക കൂട്ടായ്മയുടെ ഏറ്റവും മഹനീയമായ മാതൃകയുള്ള സ്നേഹവിരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപ്പൻ പോത്തും കായൊക്കെ ഇട്ട് മാങ്ങക്കറിയൊക്കെ കൂട്ടി നല്ല കിടിലൻ സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. 5000 പേർക്ക് ഉള്ള ഊട്ട് നേർച്ചയാണ് ഇവിടെ പാരിഷ് ഹാളിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇടവക അംഗങ്ങളുടെ വളരെ ഏറെ ശ്രമത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കൂട്ടുനേർച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി. തിരുനാളിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൈക്കാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് നടക്കുന്ന ഈ പരിപാടികളെ പറ്റിയുള്ള ഒരു ചുരുക്കം അവർ പറയുന്നതായിരിക്കും. അപ്പോൾ ചാലക്കുടിക്കാരെ പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഈ ആഘോഷങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കും. 100 കുട്ടികൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ വേഷം ധരിച്ച് ഘോഷയാത്രയിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ടാബ്ലോ ഫ്ലോട്ടുകൾ, അങ്ങനെ വലിയ ആഘോഷമാണ് പോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയായിട്ട് 100 വർഷം തികയുന്ന ഈ ദിനമാണ് ഞങ്ങൾ ഇന്ന് പോട്ടക്കാരെല്ലാവരും കൂടി സന്തോഷത്തിമർപ്പിൽ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പോട്ട സ്കൂളിൽ നിന്ന് ഒരു ഘോഷയാത്ര പുറപ്പെടുകയും പോട്ട ധന്യ ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്ന് യൂട്ടേൺ എടുത്ത് വീണ്ടും പള്ളിയിലേക്ക് വരികയും പള്ളിയിൽ അല്പം കലാപരിപാടികൾ ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ പിതാവ് വരികയും ഞങ്ങൾ സ്വീകരിക്കുകയും അതിനുശേഷം കണ്ണുകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കുർബാന ഉണ്ടായിരിക്കുന്നതും കുർബാനയ്ക്ക് ശേഷം ഞങ്ങളുടെ ഒരു സ്നേഹ വിരുന്നുണ്ടായിരിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ചെറിയ തോതിൽ വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ള കുറേ കാര്യങ്ങൾ, ഡാൻസ്, ടാബ്ലോസ് എല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് പോട്ട ഇടവകക്കാർ ഇതിനു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയിലെ 141 പള്ളികളിൽ ചെറുപുഷ്പത്തിൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പോട്ട ദേവാലയത്തിൽ ഇന്ന് നടക്കുന്ന ഈ വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ 100ാം വാർഷികത്തിൽ വളരെ വിപുലമായ പദ്ധതികളെക്കുറിച്ച് ഇവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതായത് പോട്ട ഈ ദേശത്തിൽ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് നടത്തുന്ന ഈ ആഘോഷ വിരുന്നിലേക്ക് ഹാർദവമായി എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പോട്ട ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധയുടെ നാമകരണത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് ഇന്ന് കോട്ടയിലെ നാനാജാതി മതസ്ഥരും കൂടി ഇന്ന് ആഘോഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പോട്ട സ്കൂളിൽ നിന്നും 100 കുട്ടികൾ വിശുദ്ധയുടെ വേഷം ധരിച്ചുകൊണ്ടുള്ള 100 കുട്ടികളും അതിന് പുറകിലായിട്ട് 3 ടാബ്ലോ ദൃശ്യാവിഷ്കരണവും ഇതുകൊണ്ട് ഒരു ഘോഷയാത്ര. ആ ഘോഷയാത്ര സമാപനത്തിൽ അഭിനന്ദ പിതാവ് വരുന്നു, ദീപബലി അർപ്പിക്കുന്നു. ഇതിൻ്റെ ചാരിറ്റി എന്നതിൽ ഒരു 10 വീടിന് അതിൻ്റെ ആദ്യ ഗഡു എന്ന നിലയിൽ ഒരു മാന്യമായ സംഖ്യ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയുള്ള ഒരു സ്നേഹ വിരുന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മളിപ്പോൾ ചെയ്യണത് 5000 പേർക്കാണ്. 5000 പേർക്ക് ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അങ്കമാലി ഒരു ബീഫാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അങ്കമാലി മാങ്കറി തന്നെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി മോഡലാണ് ഈ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊച്ചുത്രേസ്യ പുണ്യാളത്തിലെ ഇതല്ല ആദ്യമായിട്ട് 100 വർഷം ചെയ്യണത്. എന്തായാലും ഞങ്ങൾ ഇടവക്കാർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഊട്ടുനേർച്ചയ്ക്കുള്ള വിഭവങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അങ്കമാലി ബീഫ്, അങ്കമാലി മാങ്ങക്കറി, ചാലക്കുടി ചോറ്, ഇത് 3ഉം കൂടിയിട്ടുള്ള സംഭവമാണ് പോട്ട ചെറുപുഷ്പ ദേവാലയത്തിലെ ഈ വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഊട്ടുനേർച്ചയുടെ വിഭവങ്ങൾ. 5000-ഓളം പേർക്കാണ് ഈ സദ്യ ഒരുക്കിയിട്ടുള്ളത്, ഈ സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, വൈകുന്നേരം 5 മണിയാകുമ്പോൾ പോട്ടയിലേക്ക് വരിക. നല്ല മനോഹരമായിട്ടുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി, വിശുദ്ധിയാക്കി ഉയർത്തിയതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഇടവക കൂട്ടായ്മ അണിനിരക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള റാലി. ആ റാലിക്ക് ശേഷം ചാരിറ്റി ഫണ്ടിൻ്റെ ഇനോഗ്രേഷൻ മാർ പോളി കണ്ണുകാടൻ നിർവഹിക്കുന്നു. ഒപ്പം തന്നെ ഈ മനോഹരമായിട്ടുള്ള ഈ ഊട്ടുസദ്യ ഒരുക്കുന്ന ഈ പന്തലിൽ ഒരുക്കിയിട്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം, പോത്തും കായും നാടൻ സ്റ്റൈലിൽ പോട്ടയുടെ തനത് രുചിയുമായി അങ്കമാലി മാങ്ങക്കറി, അങ്കമാലി ബീഫും. അപ്പോൾ പോട്ടയിലേക്ക് എല്ലാ ചാലക്കുടിക്കാരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ഫീസ്റ്റ്.